ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിതവിടെ 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഓവറായിട്ട് പഴുത്ത് പോയ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതാ ഞാൻ 2 പഴം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഒരു പഴത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിതാ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതവിടെ ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിതാ ഞാനിതിലേക്ക് 1/4 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിതാ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തൽക്കാലം ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സിയിൽ നല്ല നൈസായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പഴമല്ലേ, അത് ചെറുതായി അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനിതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പഴമല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നെയ്യ് ചേർത്താൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഴം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം ചിരകിയിട്ടുള്ള തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ബ്രൗൺ കളർ, ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ, ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്യുക, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാറ്ററിലെ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് വേണ്ടത് ദോശമാവിൻ്റെയൊക്കെ പരുവല്ലേ, ആ ഒരു അളവിലാണ് കേട്ടോ വേണ്ടത്, ആ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നെയ്യോ എന്ത് വേണേലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കയ്യിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പിന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ലിഡ് വെച്ച് മൂടി വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിട്ടോ, ഒരുപാട് സമയം കൊടുക്കൂല. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്.